ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള കവർ ക്ലാസസിന്റെ ഒബ്ജക്റ്റീവ് മെഗാ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലഭ്യമാണ്. 15 ഫുൾ ലെങ്ത് ടെസ്റ്റോടുകൂടി 85ഓളം ടെസ്റ്റുകൾ അടങ്ങിയ ഈ പാക്കേജിൽ 3700ഓളം ചോദ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 499 രൂപ വില വരുന്ന ഈ ടെസ്റ്റ് പാക്കേജ് ലഭിക്കാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കവർ ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ, ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യൂ. ഹാപ്പി ലേണിംഗ്. വെൽക്കം ടു കവർ ഓൺലൈൻ ക്ലാസ്സസ്. ഇതൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് സെഷനിൽ നമ്മൾ 50 മുതൽ 70 വരെയുള്ള GK ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 71 മുതൽ 90 വരെയുള്ള GK ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ചോദ്യം, വിച്ച് ഈസ് നോട്ട് ആൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. HTTPയുടെ ഫുൾ പേരെന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ. STP എന്ന് പറയുന്നത് എന്താണ്? സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ. FTP എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പിന്നെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. സോ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലാത്ത ഏതെന്ന ചോദ്യം. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലേ? ഓഫ് കോഴ്സ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് HTML ഫയൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളതാണ്. നെറ്റ് വഴി HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന HTML ഫയൽസ് തമ്മിൽ ഈ ഡോക്യുമെന്റ്സ് ആയിട്ട് വരുന്ന ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോട്ടോകോളാണ് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്മിഷൻ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പൊതുവെ ഫയൽസ് സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. Between different systems over the internet, this protocol helps to transfer. ഈ പറയുന്ന ഡിഫറെൻറ്റ് റൂൾസ് ഉണ്ട്, അതിന് ബേസ് ചെയ്ത് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് FTPs. ഇപ്പോൾ FTPs അങ്ങനെ പറയുന്ന ലാൻ കണക്ഷൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇൻ്റർനെറ്റ് വരുന്ന കണക്ഷൻസ് ഉപയോഗിക്കാറുണ്ട്, അല്ലാണ്ടുള്ള കണക്ഷൻസ് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. എനിവേ, സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഉത്തരം. സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ലിങ്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആണ്. അതായത് മാനേജ്മെന്റ് പ്രോട്ടോകോൾ ദാറ്റ് പ്രൊവൈഡ്സ് പാത്ത് റിഡൻഡൻസി വൈൽ പ്രിവെന്റിങ് അൺഡിസൈറബിൾ ലൂപ്സ് ഇൻ ദ നെറ്റ്വർക്ക്. അതായത് മാനേജ്മെന്റ് സിസ്റ്റംസിൽ നെറ്റ്വർക്കിൽ ആവശ്യമില്ലാത്ത ലൂപ്സ് വരികയാണെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനും മറ്റും ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് പ്രോട്ടോകോളാണ് സ്പാനിങ് ട്രീ പ്രോട്ടോകോൾ. ഓക്കെ. സോ ദാറ്റ് ഈസ് നോട്ട് ആൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. അടുത്ത, the salaries and allowances of members of the parliament will be determined by what? അല്ലെങ്കിൽ determined by who? പ്രസിഡന്റ് ആണോ, പാർലമെന്റ് ആണോ, ലോക്സഭയിലെ സ്പീക്കർ ആണോ, രാജ്യസഭയിലെ ചെയർമാൻ എന്നറിയപ്പെടുന്ന വൈസ് പ്രസിഡന്റ് ആണോ ഈ പറയുന്ന സാലറി ആൻഡ് അലവൻസസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്? ഹൂ ഫിക്സസ് ദം? സോ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പാർലമെന്റ് ആണ്, പ്രസിഡന്റ് അല്ല. സ്പീക്കറോ രാജ്യസഭയിലെ ചെയർമാനോ ഒന്നുമല്ല. പാർലമെന്റ് തന്നെയാണ് തങ്ങളുടെ മെമ്പേഴ്സിന്റെ സാലറിയും അലവൻസസും ഫിക്സ് ചെയ്യുന്നത്. അത് ചാർജ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഇവരുടെ സാലറിയും മറ്റതൊക്കെ നമ്മൾ എടുക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഈ സാലറി അലവൻസസ് മെമ്പേഴ്സ് ഈ പറയുന്ന പാർലമെന്റ് ഫിക്സ് ചെയ്യണമെന്നും മറ്റു കാര്യങ്ങളൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെൻഷന്റെ കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. പെൻഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഇറ്റ് എക്സിസ്റ്റ്, അത് കൊടുക്കുന്നുണ്ട്. അത് പാർലമെന്റ് തന്നെ ഡിസൈഡ് ചെയ്ത കാര്യമാണ്. ഈ കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ഇത് പാർലമെന്റ് വോട്ട് ചെയ്ത് തന്നെ അവർ പരസ്പരം തീരുമാനിക്കുന്നത്. സാലറി അലവൻസസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ ഉള്ള തീരുമാനങ്ങൾ എന്താണ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് തന്നെ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കും. സോ ആ ഒരു ഐഡിയയിൽ നിങ്ങൾ മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ, റീസെൻ്റ്ലി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ പേരാണ് ദ കേഴ്സ്ഡ് ഇൻഹെറിറ്റൻസ്. ഈ ബുക്കിൻ്റെ ഓതർ ആരെന്നാണ് ചോദ്യം. വിക്രം സെത്ത് ആണോ, ശശി തരൂർ ആണോ, സമീക്ഷ സുദ് ആണോ, സുധാപ ബാസു ആണോ? ഇതിൻ്റെ ഉത്തരം സുധാപ ബാസു ആണ്. സമീക്ഷ സുദ്ധോ ശശി തരൂരോ വിക്രം സെത്തോ ഒന്നുമല്ല. ശശി തരൂരിൻ്റെ ലേറ്റസ്റ്റ് ബുക്കിൻ്റെ പേര് ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്നറിയപ്പെടുന്നതാണ് ശശി തരൂരിൻ്റെ ലേറ്റസ്റ്റ് ബുക്ക്. 2021 ഇറങ്ങിയ ബുക്കാണ്. വിക്രം സെത്തിന്റെ ബുക്ക് എന്ന് പറയുന്നത് ഗോൾഡൻ ഗേറ്റ്. BBC ആയിട്ട് ബന്ധമുള്ള, BBC റേഡിയോ ആയിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു പുസ്തകമാണ് ഗോൾഡൻ ഗേറ്റ്. അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ല, അവരുമായിട്ട് പബ്ലിക്കേഷന് ബന്ധമൊന്നുമല്ല, അവരെക്കുറിച്ചുള്ള കാര്യമാണ് ഗോൾഡൻ ഗേറ്റ്.
എ BBC റേഡിയോ ഫോർ ഡ്രമാറ്റൈസേഷൻ എന്നാണ് ഫുൾ പേര്. സമീക്ഷ സുദ് എന്ന് പറയുന്നത് എന്താണ്? ഷീസ് എ ടിക്ടോക്ക് ആക്ട്രസ്, ടിക്ടോക്ക് സ്റ്റാർ, ടിക്ടോക്കിൽ കൂടി വളരെ പോപ്പുലറായി വന്ന ഒരു സ്റ്റാറും ഷീസ് ഓൾസോ ആൻ ആക്ട്രസ്. ഇത് രണ്ടുമാണ് ഈ പറയുന്നത് സമീക്ഷ സുദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ജോഗ് ഫാൾസ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ വിച്ച് റിവർ? ഏത് നദിയുടെ അല്ലെങ്കിൽ നദിയിലാണ് ഈ പറയുന്ന വാട്ടർഫാൾസ് ആയ ജോഗ് ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്? എന്താണ് ജോഗ് ഫാൾസിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദ ഹൈയസ്റ്റ് വാട്ടർഫോൾ, ഏറ്റവും പൊക്കമുള്ള അല്ലെങ്കിൽ ഉയർന്ന വാട്ടർഫോൾസ് ആണ് ഇന്ത്യയിലെ വാട്ടർഫോൾസ് ആണ് ജോഗ് ഫാൾസ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടക ഡിസ്ട്രിക്റ്റിലാണ് വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ കർണാടക. അപ്പോൾ ഇത് ഏത് നദിയിൽ നിന്നാണ് ചെയ്തത്? ഭീമ എന്ന് പറയുന്ന കൃഷ്ണ നദിയുടെ ട്രിബ്യൂട്ടറിയാണ്. കാവേരി ഓഫ് കോഴ്സ് ഇസ് എ റിവർ. തപി എന്ന് പറയുന്നത് നർമ്മദ, തപി ഇതൊക്കെ മഹാരാഷ്ട്രയിലുള്ളതാണ്. മഹാരാഷ്ട്ര, ഗുജറാത്ത് ആ ഏരിയയിലാണ്. സോ തപി അല്ല, ശരാവതി എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്, അതും കർണാടകയിലൂടെ ഒഴുകുന്നതാണ്. സോ കാവേരി, ഭീമ അല്ല, കാര്യം ഭീമ എന്ന് പറയുന്നത് കുറച്ചുകൂടി ആന്ധ്ര ബേസ്ഡും ഈ പറയുന്ന കർണാടകയിൽ ഒഴുകുന്നെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. കാവേരി, ശരാവതി. ദ റൈറ്റ് ആൻസർ ഈസ് ശരാവതി, കാവേരി അല്ല. സോ ദാറ്റ് ഇസ് ആൻസർ. ശരാവതി റിവറിലാണ് ജോഗ് ഫാൾസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്. ജോഗ് ഫാൾസിന് വേറെ പേരെന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ജെറസോപ്പ ഫാൾസ്. ജെറോസോപ്പ ഫാൾസ് എന്ന പേര് കൂടി ജോഗ് ഫാൾസിനുണ്ട്. ഇറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദ വെസ്റ്റേൺ കർണാടക റീജിയൻ. ഇറ്റ് ഈസ് ദ ഹൈയസ്റ്റ് വാട്ടർഫോൾ ഇൻ ഇന്ത്യ, സിറ്റുവേറ്റഡ് ഇൻ ദ ശരാവതി റിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Subhash Chandra Bose established the provincial government of Free India at which place? Which country? Answer is Singapore. Japanese occupied Singapore എന്ന് വേണം കറക്റ്റ് പറയാൻ. അപ്പോൾ കുറേ ഏരിയ ജപ്പാൻ്റെ കയ്യിലുണ്ട് സിംഗപ്പൂരിൻ്റെ ആഫ്റ്റർ വേൾഡ് വാർ 1. സോ ഡ്യൂറിങ് ദ വേൾഡ് വാർ 2 എല്ലാം തന്നെ ജപ്പാൻ്റെ കയ്യിലായിരുന്നു സിംഗപ്പൂർ. ആ ഏരിയയിലാണ് സുഭാഷ് ചന്ദ്രബോസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജാപ്പനീസ് എംപയറിൻ്റെ സഹായത്തോടു കൂടി സുഭാഷ് ചന്ദ്രബോസ് എസ്റ്റാബ്ലിഷ് ചെയ്ത പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഓഫ് ഫ്രീ ഇന്ത്യ സിംഗപ്പൂരിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ഇതിൻ്റെ പേരാണ് ആസാദ് ഹിന്ദ്. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഓഫ് ഫ്രീ ഇന്ത്യയുടെ വേറെ പേരാണ് ആസാദ് ഹിന്ദ്. ഓക്കെ, ഇത് സ്ഥാപിക്കുന്നത് ഒക്ടോബർ 1943. വേൾഡ് വാർ എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 1943 ഒക്ടോബറിലാണ് സുഭാഷ് ചന്ദ്രബോസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. India's first labor movement museum showcasing the history of the world labor movement is launched in which district? അല്ലെങ്കിൽ which city എന്നല്ല, this district. ഓക്കെ, ഏത് സ്ഥലത്താണ്? കൊച്ചി, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. കേരളത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യാസ് ഫസ്റ്റ് ലേബർ മ്യൂസിയം. സോ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ ലേബർ മൂവ്മെന്റ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്തത്? കേരളത്തിലാണ് സ്ഥിതി. അവിടെ തന്നെ ഏറ്റവും അധികം സാധ്യത എവിടെയാണ്? ആലപ്പുഴ. ബിക്കോസ് ആലപ്പുഴ ഇസ് കൺസിഡേർഡ് ടു ബി ദ ക്രേഡിൽ ഫോർ അല്ലെങ്കിൽ ലേബർ മൂവ്മെന്റിന് വേണ്ടിയുള്ള എന്താണ് അതിൻ്റെ ബർത്ത് പ്ലേസ് എന്നർത്ഥം. അല്ലെങ്കിൽ അത് അവിടെ നിന്നാണ് ഈ ലേബർ മൂവ്മെന്റ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. തൊഴിലാളി പ്രസ്ഥാനങ്ങളും മറ്റതെല്ലാം വളരെ അതിൻ്റെ വേരോട്ടം നടക്കുന്നത് ആലപ്പുഴയിലാണ്. പുന്നപ്പുറ, വയലാർ ആയാലും ഈ പറയുന്ന തൊഴിലാളി മൂവ്മെന്റ്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുള്ള ആലപ്പുഴയിലാണ്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് എസ് എ ക്രേഡിൽ. അതുപോലെ തന്നെ അതുകൊണ്ട് ആപ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ തന്നെയാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ലേബർ മൂവ്മെന്റ് മ്യൂസിയം. കൊയർ മ്യൂസിയം, ആലപ്പുഴയിലെ കൊയർ മ്യൂസിയത്തിൻ്റെ വളരെ അടുത്താണ് ഈ പറയുന്ന ലേബർ മ്യൂസിയം വരുന്നത്. സോ ആരെങ്കിലും പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ലേബർ മൂവ്മെന്റ് മ്യൂസിയം മാത്രമല്ല, അവിടെയുള്ള കൊയർ മ്യൂസിയം കൂടി വിസിറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ദാറ്റ് ഹിന്ദി ഷാൽ ബി എ നാഷണൽ ലാംഗ്വേജ്. സോ ഈ ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഹിന്ദിയെ പറ്റി എന്താണ് പറയുന്നത്? വെദർ ഇറ്റ് ഇസ് എ നാഷണൽ ലാംഗ്വേജ്, വെദർ ഇറ്റ്സ് എൻ ഒഫീഷ്യൽ ലാംഗ്വേജ്, or just a language of communication between the state governments. സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഹിന്ദിയാണെന്നും, അല്ലെങ്കിൽ ലാംഗ്വേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. എന്തായാലും സ്റ്റേറ്റ് തമ്മിൽ സംസാരിക്കുന്ന ഹിന്ദിയല്ല, നാഷണൽ ലാംഗ്വേജ് ഹിന്ദിയല്ല. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് യൂണിയൻ ഓഫ് ഹിന്ദി ആണോ, അതോ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ അതാണോ ഹിന്ദി? ആക്ച്വലി ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 1950 ഡിക്ലെയർ ചെയ്തതെന്ന് വെച്ചാൽ ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റ്. ഹിന്ദി ഇൻ ദേവനാഗരി സ്ക്രിപ്റ്റിലാണ്
അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദി യൂണിയൻ. പാർലമെൻറ്റ് ഡിസൈഡ് ചെയ്തു ഇംഗ്ലീഷ് കൂടി യൂസ് ചെയ്യണമെന്ന്. എത്ര കാലത്തേക്ക്? ഒരു 15 കൊല്ലത്തേക്ക് കൂടി ഇംഗ്ലീഷും ഹിന്ദിയും കൂടി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് പ്രശ്നം പറ്റിയത്. ഈ ഹിന്ദി സ്പീക്ക് ചെയ്യാത്ത, സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷ് വളരെ പ്രാവീണ്യം നേടി, ഹിന്ദി യൂസ് ചെയ്യുന്നില്ല. സോ നമുക്ക് 15 വർഷത്തിന് ശേഷം ഇംഗ്ലീഷ് എടുത്ത് കളയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കൊണ്ടുവന്നതാണ് 1965 ഏതാണ് ആക്ട്, ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് ഓഫ് 1963. 1963 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് കൊണ്ടുവരികയും ആ ആക്ടിൽ പറയുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷ മുന്നോട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കാം. സോ വി ഹാവ് 2 ഒഫീഷ്യൽ ലാംഗ്വേജസ്, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി. ഇനി വൺ മോർ ക്വസ്റ്റ്യൻ. കോടതികൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്, ഒഫീഷ്യൽ പർപ്പസിൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ഏതാണ്? ദാറ്റ് ഈസ് ഇംഗ്ലീഷ്. ഹിന്ദി കോടതികൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ കോടതിയുടെ വിധിന്യായങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാം കാണുന്നത് ഇംഗ്ലീഷിലാണ്, ഹിന്ദിയിൽ ഉപയോഗിക്കാറില്ല. Next question. Modibo Keita passed away recently. Modibo Keita. So he was a former prime minister of which country? ഏത് രാജ്യത്തിൻ്റെ ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ആണ് മൊഡിബോ കെയ്ത്ത? മാലി. ഇബ്രാഹിം കൈത്ത എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ കീഴിൽ ഇദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. സോ ഹി റീസെൻ്റ്ലി പാസ്ഡ് അവേ. മൊഡിബോ കെയ്ത്ത, ഇബ്രാഹിം കൈത്ത എന്ന് പറയുന്ന പ്രസിഡന്റ് ആയിരുന്നു, മൊഡിബോ കെയ്ത്ത എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മാലിയുടെ. അത് മറന്നുപോയത്. സോ ആ ഒരു നോട്ടിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ IBM? IBM പ്രൊഡ്യൂസ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതെന്നാണ്? വിൻഡോസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ MS ആണ് വിൻഡോസ്. ഡോസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതാണ്. യുണിക്സ് എന്ന് പറയുന്ന ബെൽ ലബോറട്ടറീസ് എന്ന് പറയുന്ന സ്ഥാപനം പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുണിക്സ്. OS/2 ആണ് ഇവിടുത്തെ ശരി ഉത്തരം. സോ IBM OS എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 2. സോ OS/2 എന്ന് പറയുന്ന IBMന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന OS ആണ് OS/2. ഓക്കെ, വിൻഡോസ് അറിയാലോ MS ആണെന്ന്. ഡോസ് എന്ന് പറയുന്ന ഫ്ലോപ്പി ഡിസ്കുകൾ വഴി പ്രചരിപ്പിച്ച OS ആണ് ഡോസ്. ഇപ്പോഴും നമ്മൾ ഡോസ് നമ്മുടെ സിസ്റ്റത്തിൽ വരാറുണ്ട്. ഡിസ്ക് പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്താണ് ഡോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ഓഫ് കേരള കൺട്രോൾ ദ ലക്ഷദ്വീപ്? ലക്ഷദ്വീപ് കൺട്രോൾ ചെയ്ത ഏത് രാജവംശമാണെന്നാണ്? സോ ആൻസർ, ലക്ഷദ്വീപ് കേരളം നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഈ ഭാഗത്താണ് ലക്ഷദ്വീപ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് പറ്റും. തിരുവിതാംകൂർ രാജാക്കന്മാർ ഇത്ര ഏരിയയാണ്, കൊച്ചി ഇത്ര ഏരിയ, ബാക്കി ഇങ്ങോട്ട് സാമൂതിരി, വേറെ ചിറക്കൽ രാജവംശം, അറക്കൽ രാജവംശം, ഇങ്ങനെ കുറേ രാജവംശമുണ്ട്. അപ്പോൾ ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ ഇവിടെ പോയി കോൺകർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പാടായിരിക്കും. സോ ദർ ഇസ് നോ ചാൻസ് ദാറ്റ് ദേ വേ കൺട്രോൾ ദ ലക്ഷദ്വീപ്. കൊച്ചി റൂളേഴ്സ് മേ ഹാവ്, അതൊരു പോസിബിലിറ്റിയാണ്. അറക്കൽ രാജവംശം എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്, കണ്ണൂർ ഏരിയയിലാണ് അറക്കൽ രാജവംശം വരുന്നത്, കണ്ണൂർ ഏരിയയിൽ. സാമോറിൻസ് കോഴിക്കോട് ഏരിയയിൽ. ഓഫ് കോഴ്സ് സാമൂതിരികളാണോ? ആക്ച്വലി ആസ് പെർ ഹിസ്റ്ററി വി കുഡ് സി ചിറക്കൽ രാജവംശത്തിൻ്റെ കീഴിലായിരുന്ന ഈ പറയുന്ന ലക്ഷദ്വീപ് ഏരിയ പിന്നീട് അറക്കൽ രാജവംശത്തിന് കൊടുക്കുകയുണ്ടായി. സോ ദ റൈറ്റ് ആൻസർ ഈസ് അറക്കൽ കിങ്ഡം. ഹൂ അമംഗ് ദ ഫോളോയിങ് റൂളേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. സോ അറക്കൽ കിങ്ഡം അല്ലെങ്കിൽ ദേ കൺട്രോൾ ദ ലക്ഷദ്വീപ്. സാമോറിൻസ് കോഴിക്കോടല്ല, തിരുവിതാംകൂറല്ല, കൊച്ചിയല്ല. അറക്കൽ രാജവംശത്തിൻ്റെ കീഴിൽ നിന്ന് പിന്നെ ബ്രിട്ടീഷുകാരെ കയ്യിൽ വരികയും പിന്നെ ഇന്ത്യൻ യൂണിയൻ്റെ കീഴിലാവുകയും ചെയ്തു. സോ ഏത് കാലത്ത് അല്ലെങ്കിൽ ഏത് രാജ കുടുംബങ്ങളാണ് ലക്ഷദ്വീപ് കൺട്രോൾ ചെയ്യുന്നത് ചോദിച്ചാൽ ചിറക്കലുണ്ട്, പിന്നെ അറക്കൽ രാജവംശമുണ്ട്. അറക്കൽ രാജവംശത്തിനെ കുറിച്ച് എന്താ? ഇറ്റ് ഈസ് ദ only Muslim dynasty in Kerala. Okay, next question, 81st question. Who among the following enjoys the rank of a cabinet minister in the Indian Union? ഇന്ത്യൻ യൂണിയനിൽ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ റാങ്ക് ഉള്ള ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സെക്രട്ടറി ഓഫ് ഇന്ത്യ. അത് ക്യാബിനറ്റ് മിനിസ്റ്റർ, ഒരു മിനിസ്റ്റർ ക്യാബിനറ്റിലെ നമ്മുടെ മിനിസ്റ്റേഴ്സിൻ്റെ ക്യാബിനറ്റിൻ്റെ പദവി ഉള്ള സെക്രട്ടറി. ഹീസ് എ ബ്യൂറോക്രാറ്റ് ആണ്. ഈ പറയുന്ന അദ്ദേഹത്തിന് എന്താണ് സ്പെല്ലിംഗ് നോക്കണ്ട, അത് എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നതാണ്. ബ്യൂറോക്രാറ്റ്. സെക്രട്ടറി അദ്ദേഹം ഒരു ബ്യൂറോക്രാറ്റ് ആണ്. IAS ഉദ്യോഗസ്ഥനാണ്. ഡെപ്യൂട്ടി ചെയർമാൻ നീതി ആയോഗിന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. പിന്നെ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ചെയർമാൻ ആകുമ്പോൾ അതിൽ മെമ്പർമാരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വേറൊരാളാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയല്ല, ഇതല്ല, ബ്യൂറോക്രാറ്റ് അല്ല.
ഈ പറയുന്ന സെക്രട്ടറി ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് നീതി ആയോഗിനെ അവർ നീതി ആയോഗിൻ്റെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫോർമേഷൻ സമയത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഡെപ്യൂട്ടി ചെയർമാൻ നീതി ആയോഗ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റർ. ഹൂ ഇസ് എ ചെയർമാൻ ഓഫ് നീതി ആയോഗ്? പ്രൈം മിനിസ്റ്റർ ഇസ് എ ചെയർമാൻ ഓഫ് നീതി ആയോഗ്. ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് നീതി ആയോഗ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്ററിൻ്റെ റാങ്ക് ഉണ്ടാകും എന്ന് നീതി ആയോഗിൻ്റെ ഫോർമേഷൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. The first transgender candidate who contested in Kerala Assembly election 2021. 2021 കേരള അസംബ്ലി ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാൻഡിഡേറ്റ് ആരെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം അനന്യ കുമാരി അലക്സ്. സോ ഷീ വാസ് ദ വൺ ഹൂ കണ്ടസ്റ്റഡ് ഫ്രം വേങ്ങര എന്ന് പറയുന്ന അസംബ്ലി സീറ്റിൽ നിന്നും കേരള 2021 അസംബ്ലിയിലേക്ക് മത്സരിച്ച ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ് ആണ് ഈ പറയുന്ന അനന്യ കുമാരി അലക്സ്. അദ്ദേഹം ഒരു ഫേമസ് റേഡിയോ ജോക്കി ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷീ ഈസ് നോ മോർ. ഷീ കമ്മിറ്റഡ് സൂയിസൈഡ്. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് അന്വേഷിക്കാമെന്നുള്ളതേ ഉള്ളൂ. എനിവേ ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അനന്യ കുമാരി അലക്സ് ആണ്. സോ ദാറ്റ് ഈസ് എ GK ക്വസ്റ്റ്യൻ. അത് റീസെൻ്റ്ലി ഉള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ എക്സാംസിലൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. സോ ആ മേഖലയിലുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The scheme for replacing conventional street lights with LED street lights in all local bodies across the state of Kerala. So, ഈ LED street light വെച്ച് കൺവെൻഷണൽ സ്ട്രീറ്റ് ലൈറ്റിനെ റീപ്ലേസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. അതായത് LED street light, കൺവെൻഷണൽ സ്ട്രീറ്റ് ലൈറ്റ് പോലെ LED street light നമ്മുടെ നാട്ടിലൊക്കെ വരുന്നുണ്ട്. അത് ഏത് പദ്ധതിയുടെ കീഴിലാണെന്നാണ് വരുന്നത്? സൗര എന്ന് പറയുന്നതാണോ, നിലാവാണോ, ഊർജ്ജമാണോ, പിന്നെ നൺ ഓഫ് ദീസ് ആണോ? ഏതാണ് ഉത്തരം? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നിലാവാണ്. ഓക്കെ. അതായത് LED ലൈറ്റ്സ് മേജർ സിറ്റി കോർപ്പറേഷൻ എല്ലാം തന്നെ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഈ നിലാവ് പ്രോജക്റ്റിന് കീഴിൽ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നിലാവ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇതെന്താണ്? പവർ ബില്ലുകൾ നമ്മൾ കട്ട് ഷോട്ട് ചെയ്യുക, നമ്മളുടെ കറണ്ട് ഇലക്ട്രിസിറ്റി ഉപയോഗം കുറച്ചുകൊണ്ട് പവർ ബില്ല് കുറയ്ക്കുക എന്ന അർത്ഥത്തിലാണ് ഏത് പ്രത്യേകിച്ച് സ്ട്രീറ്റ് ലൈറ്റിംഗ് വഴി കുറയ്ക്കുക. അതുപോലെ തന്നെ കാർബൺ ഔട്ട്പുട്ടും കുറയ്ക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷ്യം. പിന്നെ ഫിനാൻഷ്യൽ ബോഡീസ്, ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ ഫണ്ട് അനുസരിച്ച് പയ്യെ എത്ര ഇലക്ട്രിക് ലാമ്പ് വേണമെങ്കിലും LED ആയിട്ട് മാറ്റാം. പെട്ടെന്ന് മാറ്റണമെന്നില്ല, അവരുടെ ഫണ്ടിങ് അനുസരിച്ച് മാറ്റണമെന്നാണ്. സോ ദാറ്റ് ഈസ് എന്താണ് ഒരു റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ജോഗ്രഫി എന്നൊരു ചോദ്യമാണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ? ഏറ്റവും ഫലഭൂഷ്ഠിതമായ മണ്ണ് ഏതെന്നാണ്? അലുവിയൽ സോയിൽ. ഈ പറയുന്ന ലാട്രേറ്റ് സോയിൽ, പീറ്റ്, ഡെക്കാൻ, ഇതെല്ലാം തന്നെ നമ്മൾ എന്താണ് ഫെർട്ടിലിറ്റിയിൽ വളരെ നല്ല മികച്ചതല്ല. പീറ്റ് എന്ന് പറയുന്ന ഹില്ലി സോയിലാണ്, ഹിൽ ഏരിയാസിൽ കാണുന്നതാണ്. ഡെക്കാണിൽ കാണുന്ന ഡെക്കാൻ സോയിൽ എന്ന് പറയും. അത് ബ്ലാക്ക് സോയിൽ എന്നൊക്കെ അറിയപ്പെടും. അത് കോട്ടൺ കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമാണ്. ലാട്രേറ്റ് സോയിൽ നമ്മൾ കേരളത്തിലെ ചെങ്കല്ല് എന്നൊക്കെ പറയുന്ന ലാട്രേറ്റ് സോയിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ സോൾട്ട് ഡെപ്പോസിറ്റ് കൂടുതലാണ്. അത് അത്ര ഫെർട്ടിലിറ്റി ഉള്ളതല്ല. അലുവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ നദിയുടെ കീഴിൽ ഇങ്ങനെ നദി കൊണ്ടുവരുന്ന ഡെൽറ്റ ഫോർമേഷനൊക്കെ കാണുന്നതാണ് അലുവിയൽ സോയിൽ. ഈ പറയുന്ന ഇന്ത്യയിലാണെങ്കിൽ ഈ പറയുന്ന ഗംഗാ ബ്രഹ്മപുത്ര ഈ ബേസിൻ ഇതെല്ലാം തന്നെ അലുവിയൽ സോയിൽസ് ആണ്. പിന്നെ നമ്മളുടെ ഈ കോസ്റ്റൽ ഏരിയാസിൽ കാണാം റിവർ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന, പിന്നെ മഹാനദി, ഗോദാവരി, ഇങ്ങനെ റിവർ ഡെപ്പോസിഷൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് അലുവിയൽ സോയിൽസ് കാണാം. ഇത് എന്തുകൊണ്ട് ഇത്രയും വരുന്നതാണ്? ഹിമാലയത്തിൽ നിന്നുള്ള ഡെപ്പോസിഷൻ നിറയെ വരുന്നത് ഈ ഏരിയയിലാണ്. സോ ദാറ്റ് ഈസ് വൈ ദിസ് ഇസ് എ മോസ്റ്റ് ഫെർട്ടൈൽ ഏരിയ. ഇവിടെ തന്നെ ഏറ്റവും അധികം കൃഷിയും മറ്റു കാര്യങ്ങളും നടക്കുന്നതും. അതുകൊണ്ട് അലുവിയൽ സോയിൽ ഇസ് ദ മോസ്റ്റ് ഫെർട്ടൈൽ സോയിൽ ഇൻ ഇന്ത്യ. നെക്സ്റ്റ് വൺ, ഏഷ്യാസ് ഫസ്റ്റ് ആർച്ച് ഡാം. ആർച്ച് ഡാം ഏത് ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതെന്നാണ് ചോദിക്കുന്നത്. ആദ്യമായി നിർമ്മിച്ച ആർച്ച് ഡാം, ഏറ്റവും വലുതെന്നല്ല, ആദ്യത്തെ ഇടുക്കി ഡാമാണ്. ഓക്കെ. കുളമാവ് ഡാം ആർച്ച് ഡാം അല്ല, മുല്ലപ്പെരിയാർ ആർച്ച് അല്ല. ബാണാസുര എന്ന് പറഞ്ഞാൽ എർത്തൺ ഡാമാണ്. ബാണാസുര അത് വയനാടാണ്. ബാണാസുര സാഗർ ഡാം എർത്തൺ ഡാമാണ്. ഓക്കെ. അതൊരു മാൻമെയ്ഡ് ഡാം തന്നെ, എർത്തൺ ഡാമാണ് ഓഫ് കോഴ്സ്. പിന്നെന്താ, ഇതൊക്കെ ഇറിഗേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. മുല്ലപ്പെരിയാർ ആയാലും ഇറിഗേഷൻ പർപ്പസിന്, ഇടുക്കി ഡാമിൽ നമ്മൾ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി മറന്നു നോക്കാം. കുറവൻ കുറുത്തി മലകൾക്കിടയിലാണ് ഈ പറയുന്ന കുറുത്തി മലകൾക്കിടയിലാണ് ഇടുക്കി ഡാം ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇറ്റ് ഈസ് വേൾഡ്സ് സെക്കൻഡ് ആൻഡ് ഏഷ്യാസ് ഫസ്റ്റ് ആർച്ച് ഡാം. ഓക്കെ. KSEB ആണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം. ഏകദേശം 780 മെഗാവാട്ട് ഇലക്ട്രിസിറ്റിയാണ്
മൂലമറ്റം പവർ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ പവർ സ്റ്റേഷൻ മൂലമറ്റത്തുണ്ട്. മൂലമറ്റം പവർ സ്റ്റേഷൻ 750 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി വരെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, സീറോ അവർ. നമ്മൾ ഭരണഘടനയിൽ പറയുന്നത് സീറോ അവർ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് മാറ്റേഴ്സ് റേസ് ചെയ്യുന്ന സമയമാണ് നമ്മൾ ഈ പറയുന്ന സീറോ അവർ എന്ന് പറയുന്നത്. എപ്പോഴാണ്? എന്താണ് സീറോ അവർ എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ ഇൻവെൻഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. 12 മണി, കറക്റ്റ് 12 മണിക്കാണ് സീറോ അവർ. അതുകൊണ്ടാണ് സീറോ എന്ന് പറയുന്നത്. നമ്മൾ ന്യൂണിനെ സീറോ എന്നല്ലേ പറയാം. അതുകൊണ്ട് നമ്മൾ സീറോ അവർ എന്ന് പറയുന്നത് 12 മണിക്ക് തുടങ്ങുന്ന അവറാണ്. 1 മണിക്കൂർ. അവർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ, 12 മുതൽ 1 വരെ. ഓക്കെ, ഇത് എന്താണ്? ഡ്യൂറിങ് ദിസ് അവേഴ്സ് ദ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് അല്ലെങ്കിൽ അസംബ്ലി വിത്ത് പ്രയർ പെർമിഷൻ ഓഫ് ദ പ്രിസൈഡിങ് ഓഫീസർ. പ്രിസൈഡിങ് ഓഫീസർ ലോക്സഭയാവാം, രാജ്യസഭ ചെയർമാൻ ആവാം. അപ്പോൾ നേരത്തെ പെർമിഷൻ എടുത്തുകൊണ്ട് എന്താണ് പബ്ലിക് ഇമ്പോർട്ടൻസ്, ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ആണ് പബ്ലിക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇഷ്യൂസ് റേസ് ചെയ്യാം ആ സമയത്ത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് അന്നത്തെ ലിസ്റ്റിംഗ്, ആ പറയുന്ന ദൈനംദിന നടപടികൾ അല്ല, ദൈനംദിന നടപടികൾ ലിസ്റ്റിനകത്ത് ഇല്ലെങ്കിൽ കൂടിയും ആ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് റേസ് ചെയ്യാം. 1 മണിക്കൂറാണ് അതിൻ്റെ ദൈർഘ്യം. അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ബട്ട് ദേ നീഡ് ടു ഹാവ് പ്രയർ പെർമിഷൻ. നേരത്തെ തന്നെ പെർമിഷൻ വാങ്ങിയിരിക്കണം. എവിടുന്ന്? ഈ പറയുന്ന പ്രിസൈഡിങ് ഓഫീസർ. ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ, രാജ്യസഭയിലാണെങ്കിൽ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ ആണെങ്കിൽ അങ്ങനെ. ആരാണോ വന്നിരിക്കുന്നത് പ്രിസൈഡിങ് ഓഫീസർ, അദ്ദേഹത്തിൻ്റെ പ്രയർ പെർമിഷൻ നേരത്തെ വാങ്ങിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, WWW എന്തിന് സ്റ്റാൻഡ് ചെയ്യുന്നു? എന്താണ് ചോദ്യം. എന്തിനാണ് WWW സ്റ്റാൻഡ് ചെയ്യുന്നത്? വേൾഡ് വൈഡ് വെയ്റ്റ് അല്ല, വെബ് അല്ല, ഇത് വെയ്ഡ് ആണ്, ഞാൻ ശ്രദ്ധിച്ചില്ല. വേൾഡ് വൈഡ് വെബ്, ഇതാണ് ശരി ഉത്തരം. വേൾഡ് വേർഡ് അല്ല, വേൾഡ് വൈഡ് വെബ്. ഓക്കെ, അതെന്ന് പറയുന്നത് അതിനെ സാധാരണ നമ്മൾ വെബ് എന്ന് പറയും. അതെന്ന് പറയുന്നത് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അതായത് ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ്, അത് റിസോഴ്സ് എല്ലാം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ വെബിനകത്താണ്. ഏത് യൂസ് ചെയ്ത്? URL ഉപയോഗിച്ചു. URL എന്ന് പറഞ്ഞാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നമ്മളൊരു വെബ്സൈറ്റ് അടിക്കില്ലേ, ഈ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സിന് വിളിക്കുക യൂണിഫോം URL എന്നാണ്. ഈ URL ഉപയോഗിച്ച് ഈ വെബിനകത്ത് മുങ്ങിത്തപ്പി നമുക്ക് കാര്യങ്ങൾ എടുക്കാം. സോ ഇതൊരു അതിൻ്റെ നെറ്റ്വർക്കാണ്. അതിൻ്റെ പേരാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള വെബ്. ലോകം മൊത്തമുള്ള ഈ പറയുന്ന നെറ്റ്വർക്കിനെയാണ് നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കറണ്ട് അഫെയറിൻ്റെ ഒരു ചോദ്യമാണ്. ഡാനിഷ് സിദ്ദിഖി, ഹി വാസ് എൻ അവാർഡ് വിന്നിംഗ് ഡാഷ്, ഹി പാസ്ഡ് അവേ റീസെൻ്റ്ലി. താലിബാൻ്റെ ആക്രമണത്തിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഏരിയയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. റോയിറ്റേഴ്സ് എന്ന് പറയപ്പെടുന്ന ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ന്യൂസ് ഏജൻസിയുടെ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു അദ്ദേഹം. സോ അതുകൊണ്ട് തന്നെ ഏതാണ് ഉത്തരം? ഫോട്ടോ ജേർണലിസ്റ്റ്. സോ ഹി വാസ് എ ജേർണലിസ്റ്റ്, ഹി വാസ് എ വേൾഡ് റെക്കഗ്നൈസ്ഡ് ഫോട്ടോഗ്രാഫർ. ഹി വർക്ക് ഫോർ റോയിറ്റേഴ്സ്. സോ താലിബാനിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഹീസ് എൻ ഇന്ത്യൻ. അതെ, ഡാനിഷ് സിദ്ദിഖി. പിന്നെ ഇദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയിരുന്നു. അതിൻ്റെ പേരാണ് പുൽസർ അവാർഡ് എന്ന് പറയും. പുലിത്സർ പ്രൈസ്. യെസ്, അത് ഈ പറയുന്ന ഫോട്ടോഗ്രാഫിയിൽ കൊടുക്കുന്നതാണ്. അഫ്ഗാനിസ്ഥാനിലെ കാണ്ടഹാറിൽ വെച്ചാണ് അദ്ദേഹത്തിനെ വധിക്കുന്നത് താലിബാൻ. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുവേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ? അപ്പോൾ AG എന്ന് അറിയപ്പെടുന്ന CAG എന്നറിയപ്പെടുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ആർട്ടിക്കിൾ അല്ല, ഡ്യൂട്ടിയും പവറും തമ്മിൽ മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ആർട്ടിക്കിൾ 149 ആണ്. 151 എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. ഇവർ ഓഡിറ്റ് നടത്താൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യില്ല, അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. 148 എന്ന് പറയുന്നത് ദെയർ ഷാൽ ബി എ CAG, അതായത് ഒരു CAG വേണം. എന്താ അദ്ദേഹത്തിനെ ആര് അപ്പോയിൻറ്റ് ചെയ്യുന്നു? പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് വേണം എന്നൊക്കെ പറയുന്ന ഡെഫിനിഷൻ കൊടുക്കുന്ന ആർട്ടിക്കിളാണ് 148. അപ്പോൾ ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അടുത്ത ആർട്ടിക്കിൾ എന്തായിരിക്കും? അതിൻ്റെ ഡ്യൂട്ടീസ് പറയുന്നതായിരിക്കും. അങ്ങനെ പഠിച്ചാൽ മതി. ആർട്ടിക്കിൾ 150 എന്താ പറയുന്നത്? ഫോം ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. യൂണിയനും സ്റ്റേറ്റ്സിൻ്റെയും അക്കൗണ്ട്സും ഡീറ്റെയിൽസും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ ഫോം കുറിച്ച് കാര്യങ്ങൾ പറയുന്നതാണ് 150 ആർട്ടിക്കിൾ. ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടെറിഷറി സെക്ടർ ഓഫ് എൻ എക്കണോമി? ഏതാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ബാങ്കിങ് ആണോ, മാനുഫാക്ചറിങ് ആണോ, ഫോറസ്ട്രി ആണോ, മൈനിങ് ആണോ? സോ എന്താണ് ഈ ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ? 3 സെക്ടേഴ്സ് ഉണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ നേരിട്ട് റോ മെറ്റീരിയൽസ് ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, അതിൻ്റെ പ്രൊക്യൂർമെൻറ്റും കാര്യങ്ങളാണ്. ഈ റോ മെറ്റീരിയൽസിനെ കൺവേർട്ട് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതാണ് നമ്മൾ സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയും.
ടെറിഷറി എന്ന് പറയുന്നത് സർവീസ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈമറിയിൽ നിന്ന് നേരിട്ട് വാങ്ങും, സെക്കൻഡറിയിൽ നിന്ന് നേരിട്ട് വാങ്ങും. അത് റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സോ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ നമ്മൾ ടെറിഷറി എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയും, സേവനങ്ങൾ നടത്തുന്ന ഇൻഡസ്ട്രീസ്. സോ ആ ഒരു ഐഡിയയിൽ ഏതായിരിക്കും ഇവിടെ? മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? സെക്കൻഡറി ആയിരിക്കും. ഫോറസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രൈമറി ആയിരിക്കും, റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതല്ലേ. മൈനിങ് എന്ന് പറയുന്നത് പ്രൈമറിയാണ്. സോ ദ ആൻസർ ഈസ് ബാങ്കിങ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ ടെറിഷറി സെക്ടർ ഓഫ് എൻ എക്കണോമി. ഓക്കെ, എക്കണോമി ഡെവലപ്ഡ് എക്കണോമി ആണെങ്കിൽ ഈ പറയുന്ന പ്രൈമറി എക്കണോമിയിൽ നിന്ന് പ്രൈമറി സെക്ടറിൽ നിന്ന് സെക്കൻഡറിയിലോട്ടും ടെറിഷറിയിലോട്ടും എക്കണോമിയുടെ വിഷൻ മാറും. അതായത് സെക്കൻഡറിയും ടെറിഷറിയും അത്യാവശ്യം ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ എക്കണോമി മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത്. പക്ഷേ പ്രൈമറിയിൽ ഇമ്പോർട്ടൻസ് അവിടെ വിട്ട് കൊടുക്കുന്നില്ല. പ്രൈമറി ഷുഡ് ബി ദെയർ, ബട്ട് വി ഷുഡ് ഹാവ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ സെക്കൻഡറി ആൻഡ് ടെറിഷറി ഇൻഡസ്ട്രീസ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സെക്ടേഴ്സ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ എക്കണോമി ഇംപ്രൂവ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. സോ ഹിയർ ദ ആൻസർ ഈസ് ബാങ്കിങ്. ഓക്കെ, ഇന്നത്തെ 20 ചോദ്യം കഴിഞ്ഞു. നമുക്ക് മറ്റൊരു സെഷനിൽ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ